നമ്മൾ ഇന്ത്യയുടെ GDP ഗ്രോത്ത് 7.8% ആയിട്ട് വളർന്നെന്നുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇതേ പീരീഡിൽ 7.4% ആയിരുന്നു. അതിൽ കൂടുതൽ ഞാൻ മനസ്സിലാക്കുന്നത് ഗവൺമെൻറ് സ്പെൻഡിങ് നന്നായി കൂടിയിട്ടുണ്ട്. കാരണം മോഡറേറ്റ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റിയെ നടന്നിട്ടുള്ളൂ. അപ്പോൾ ഗവൺമെൻറ് നല്ല രീതിയിൽ ഗവൺമെൻറ് സ്പെൻഡിങ് വന്നതുകൊണ്ട് ഇറ്റ്സ് കിക്ക് സ്റ്റാർട്ടഡ് ദി ഹോൾ ഇക്കണോമിക് ആക്ടിവിറ്റി ഇൻ വാട്ട് എവർ വേ പോസിബിൾ. ഇത് ചിലപ്പം നമുക്ക് നമ്മളിത് കാണുമ്പോൾ ഒരു ചെറിയൊരു തുടക്കമല്ല, ഏപ്രിൽ ടു ജൂൺ ഉള്ള പീരീഡാണ് നമ്മൾ പറയുന്നതെങ്കിലും ദിസ് ഈസ് ഓൾസോ ക്യാൻ ബി സെറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ദാറ്റ് വി ആർ ലൈക്ലി ടു ഗ്രോ ഇൻ എ ബെറ്റർ വേ. പിന്നെ ആൾക്കാരുടെ ഇടയ്ക്ക് ഒരു മനസ്സിലൊരു പേടിയുണ്ട്, US സാങ്ഷൻസ് വരുമ്പം നമ്മുടെ ഇക്കണോമിക് ആക്ടിവിറ്റിയിൽ നല്ല കോട്ടം വരും എന്നുള്ള ഒരു പേടി എല്ലാവരുടെ മനസ്സിലുണ്ടെങ്കിൽ പോലും ഇത് ഏപ്രിൽ ടു ജൂണിൻ്റെ അകത്ത് നടന്നൊരു കാര്യമാണ്. കാരണം നമുക്കിപ്പോൾ ഇന്നലെ മുതൽ നമുക്ക് US സാങ്ഷൻസ് വന്നു തുടങ്ങി. അതിൻ്റെ ഇമ്പാക്റ്റ് എന്തോ ആയിരിക്കും എന്നുള്ളത് നമ്മളിതുവരെ പൊതുവെ ആൾക്കാർ പറയുന്ന ഇമ്പാക്റ്റ് വിചാരിക്കുന്നാലും നമുക്ക് ഇന്ത്യക്ക് അതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി ഉണ്ട്. ഇന്ത്യ ഇപ്പോൾ ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള ഇക്കണോമി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക. Third largest economic power in the world. So I'm quite sure we will be doing very well.